ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൗലിക കടമകൾ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. മൗലിക കടമകളും മൗലിക കർത്തവ്യങ്ങളും നിർദ്ദേശക തത്വങ്ങളും എല്ലാം നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്, ഏത് എക്സാമിനാണെങ്കിലും. അപ്പോൾ മൗലിക കടമകളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കടമകൾ എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ജനങ്ങൾ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റും. അതായത് നമുക്ക് രാഷ്ട്രത്തിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കടമകളുണ്ട്. ഈ കടമകളെയാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ നൽകുന്നതിനായി നിയമിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൗലിക കടമകൾ ഭരണഘടനയിൽ എഴുതി ചേർത്ത ഭേദഗതി 1976 42-ാം ഭരണഘടന ഭേദഗതിയാണ്. അപ്പം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന നമ്മുടെ 42-ാം ഭേദഗതി 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത് ഈ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. അപ്പം നമ്മുടെ 42-ാം ഭേദഗതി 1976 നമുക്കറിയാം. എന്നാൽ ഇത് നിയമം മൂലം നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 4A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? അത് 4A ആണ്. ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഉൾക്കൊണ്ടത് USSRൽ നിന്ന്, അതായത് ഇപ്പോഴത്തെ റഷ്യ, നമ്മൾ റഷ്യയിൽ നിന്നാണ് ഈ മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അപ്പോൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 42-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ മൗലിക കടമകൾ 10 എണ്ണമാണ്. അപ്പോൾ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കടമകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയതെങ്കിൽ നിലവിൽ ഭരണഘടനയിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. അപ്പോൾ കൂട്ടിച്ചേർത്തപ്പോൾ 10 ഉണ്ടായത്. ഇപ്പോഴെത്രയുണ്ട്? 11 ഉണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് 11-ാമത്തെ മൗലിക കടമയായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 2002 86-ാമത്തെ ഭേദഗതി പ്രകാരം. അപ്പോൾ നമ്മുടെ 11-ാമത്തെ മൗലിക കടമ ഏതാണ്? 11-ാമത്തെ മൗലിക കടമ ഏതാണ്? അത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നതാണ് 11-ാമത്തെ മൗലിക കടമയായി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അത് ഏത് ഭേദഗതി വഴിയാണ്? 86-ാമത്തെ ഭേദഗതി പ്രകാരം 2002 ഈ 11-ാമത്തെ മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? അത് 42-ാം ഭേദഗതിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് ഈ മൗലിക കടമകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക കടമകൾ: ഭരണഘടന അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹത്തായ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക.
മതഭാഷ പ്രാദേശിക വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ ഐക്യവും സാഹോദര്യവും മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. രാഷ്ട്രം യജ്ഞത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി അധ്വാനിക്കുക. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിന് സാഹചര്യമൊരുക്കുക. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ 11 മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു വയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഓക്കെ. അടുത്തത് മൗലിക കടമകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മൗലിക കടമകളിൽ ചിലത് ധാർമ്മികവും കടമകൾ ആണെങ്കിൽ മറ്റുള്ളവ പൗരധർമ്മങ്ങളുമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹത്തായ ആദർശങ്ങളെ വിലമതിക്കുക എന്നത് ഒരു ധാർമ്മിക കടമയും ഭരണഘടന, ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെ ബഹുമാനിക്കുക എന്നത് പൗരധർമ്മവുമാണ്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹത്തായ ആദർശങ്ങളെ വിലമതിക്കുക എന്നത് നമ്മുടെ ധാർമ്മിക കടമയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന, ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെ ബഹുമാനിക്കുക എന്നത് എന്താണ്? അതൊരു പൗരൻ്റെ ധർമ്മമാണ്. മൗലിക കടമകൾ ഇന്ത്യയിൽ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്. വിദേശ പൗരന്മാർക്ക് ഇത് ബാധകമല്ല. നിർദ്ദേശ തത്വങ്ങളെ പോലെ മൗലിക കടമകളും ന്യായവാദത്തിന് അർഹമല്ല. ഓക്കെ. അപ്പോൾ മൗലിക കടമകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. അതിൽ വിദേശ പൗരന്മാർക്ക് അത് ബാധകമല്ല. അതുപോലെ നിർദ്ദേശക തത്വങ്ങളെ പോലെ മൗലിക കടമകളും ന്യായവാദത്തിന് അർഹമല്ല. എന്നാൽ കടമകൾ ഏതെങ്കിലും നിയമമായി പാർലമെൻറ്റ് പാസ്സാക്കുന്ന പക്ഷം അവ പാലിക്കാത്തവരെ ശിക്ഷിക്കാനും സാധിക്കും. ഇനി ഇന്ദിരാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. മൗലിക കർത്തവ്യങ്ങളുടെ ധാർമ്മിക മൂല്യം അവകാശങ്ങൾ സുഗമമാക്കുകയല്ല, മറിച്ച് ജനങ്ങളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നത് പോലെ അവരുടെ കടമകളെക്കുറിച്ചും ബോധവാന്മാരാക്കി ജനാധിപത്യ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുക എന്നതാണ്. ആരാണിങ്ങനെ പറഞ്ഞത്? ഇന്ദിരാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞത്. PSC ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 51A, ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A ആണ്. അതുപോലെ അത് ഭാഗം ഏതാണ്? ഭാഗം 4A ആണ്. പിന്നെ ആരാണ് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? അത് 42-ാം ഭരണഘടനാ ഭേദഗതി 1976. എന്നാൽ ഇത് നിയമം മൂലം നിലവിൽ വന്നതെന്ന ഈ ഭേദഗതി അത് 1977 ജനുവരി 3-നാണ്. ഈ സമയത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയും നമ്മുടെ പ്രസിഡന്റ് ആരായിരുന്നു? അത് ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. ഇനി ഈ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? അത് USSR, റഷ്യയിൽ നിന്നുമാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. മൗലിക കടമകൾ ന്യായവാദത്തിന് അർഹമാണോ? അല്ല, മൗലിക കടമകൾ ന്യായവാദത്തിന് അർഹമല്ല. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഈ മൗലിക കടമകൾ ബാധകമായത്. വിദേശ പൗരന്മാർക്ക് അത് ബാധകമല്ല. പിന്നെ നമ്മൾ ഇതിൽ പഠിച്ച പോയിന്റ് എന്താണ്? 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 2008 നമ്മൾ ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ നിലവിൽ മൗലിക കടമകളുടെ എണ്ണം എത്രയായി? 11 അല്ലേ? നമ്മൾ ഭേദഗതി പ്രകാരം ഇത് ഭരണഘടനയിൽ നിലവിൽ വന്നപ്പോൾ 10 മൗലിക കടമകളായിരുന്നു ഉള്ളത്. പക്ഷേ നമ്മൾ 86-ാം ഭേദഗതി 2002 നമ്മൾ കുട്ടികളുടെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാഹചര്യമൊരുക്കാൻ രക്ഷകർത്താക്കളോ മാതാപിതാക്കളോ നിർബന്ധിതരാണ് എന്ന ഒരു ആശയം കൂടി കൂട്ടിച്ചേർത്തപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ 11 ഭരണഘടനാ ഭേദഗതികൾ നിലവിൽ വന്നു.
ഓക്കെ, അപ്പം ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ചെറിയ പോർഷനാണ് നമ്മൾ പഠിച്ചത് ഇന്ന്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സുകൾ കാണുക, ഇതിനെക്കുറിച്ച് അറിയുക. മൗലിക കടമകളെക്കുറിച്ചൊന്നും ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനും PSCക്ക് ചോദിക്കില്ല. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ. ക്ലാസ് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു.